TTP223 പറയുന്ന ഒരു മൊഡ്യൂളാണ് കേട്ടോ ഇത്. ഇതൊരു ടച്ച് സെൻസറാണ്, ടച്ച് സ്വിച്ച് ടച്ച് സെൻസർ എന്നൊക്കെ പറയും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻസ്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക, അതൊക്കെയാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു മൊഡ്യൂളിൽ 3 കണക്ഷനാണ് വരുന്നത്. ഒന്ന് ഗ്രൗണ്ട്, VCC. അതിൽ നമുക്ക് ഒരു LED കണക്ട് ചെയ്ത് നോക്കാം. LED-ൻ്റെ നെഗറ്റീവ് ഗ്രൗണ്ടിലേക്കും മറ്റേത് സെൻറ്ററിൽ എന്ന് മാർക്ക് ചെയ്യലേക്കും പോസിറ്റീവ് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ LED ഇതിൻ്റെ ഒരു വർക്കിംഗ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇതിലേക്ക് ട്രാൻസിസ്റ്ററൊക്കെ വെച്ചിട്ട് നമുക്ക് ലോഡ് കൂടിയ സാധനങ്ങളൊക്കെ കണക്ട് ചെയ്യാം. പിന്നെ LED ഇതിലേക്ക് പറഞ്ഞ പോലെ ഗ്രൗണ്ട് അതുപോലെ ഐയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, സോൾഡർ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അത് മൂന്നാമത്തേത് VCC, അതിലേക്കാണ് ഈ ഒരു മൊഡ്യൂളിലേക്ക് വോൾട്ടേജ് കൊടുക്കുന്നത്. ഒരു 3 വോൾട്ടിൻ്റെ പോസിറ്റീവാണ് ഇപ്പോൾ VCCയിലേക്ക് സോൾഡർ ചെയ്തത്. നെഗറ്റീവ് നമ്മുടെ ഗ്രൗണ്ടിലേക്കും സോൾഡർ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്ന കാണാൻ പറ്റും. ടച്ച് എന്ന ഭാഗത്തേക്ക് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ LED ഓൺ ആവും, കൈയെടുക്കുമ്പോൾ ഓഫ് ആവും. പിന്നെ ഇതിൽ 2 പോയിൻ്റ് കാണാൻ പറ്റും, A, B എന്ന്. അതിൽ നമുക്ക് ആദ്യം A ഷോർട്ടാക്കി കൊടുത്തു നോക്കാം. അങ്ങനെ എന്നെ ഷോർട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫുൾ ടൈം LED കത്തിക്കൊണ്ടിരിക്കും. ടച്ച് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുമ്പം അത് ഓഫാവും ചെയ്യും, വിരലെടുക്കുമ്പോൾ വീണ്ടും ഓൺ ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ A ഷോർട്ടാക്കി എടുത്തപ്പോൾ നമുക്ക് ഈ ഒരു മോഡലിലേക്ക് മാറി. നമുക്ക് ഈ ഒരു മൊഡ്യൂളിലെ B ഷോർട്ടാക്കി കൊടുത്ത് നോക്കാം. B നമ്മൾ അതുപോലെ ഷോർട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പം LED ഓൺ ആവുകയും ചെയ്യും, പിന്നെ വീണ്ടും ടച്ച് ചെയ്യുമ്പോൾ ഓഫ് ആവുകയും ചെയ്യും. ടച്ച് ചെയ്യുമ്പോൾ ഓൺ ആവും, അതുപോലെ വീണ്ടും രണ്ടാമത്തെ ടച്ച് ചെയ്യുമ്പോൾ ഓഫ് ആകുകയും ചെയ്യും. ആ ഒരു മോഡലിലേക്കാണ് Bയിലേക്ക് ഷോർട്ടാക്കി കൊടുത്തപ്പോൾ മാറിയത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു TTP223 ബോർഡിൻ്റെ മൊഡ്യൂളിൻ്റെ വർക്കിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം.